ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓ, നമ്മളിവിടെ എല്ലാം അറിയാം. വയനാട്ടിൽ എന്ന് നമ്മൾ വന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് തീർത്ത മോഡലാണ്, പ്രൊഫഷണൽ മോഡൽ. അപ്പോൾ നമ്മളിവിടെ എന്താ ഈ ഒരു കാമാച്ചി പാർക്കിൻ്റെ ഒരു ഷൂട്ടിന് വേണ്ടി വന്നതാണ്. അല്ല, സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊന്നും അല്ല ആക്ച്വലി, ഇതിൻ്റെ ബാക്കിലോട്ടും ഉണ്ട്, ഇതിൻ്റെ ഫ്രണ്ടിലോട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ടിന് വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്ത് അൽഷോയും ഇപ്പോൾ ടൈം അറൗണ്ട് 6:30, ഐ തിങ്ക് 6:37 ഒക്കെ ആണ്. ഇവിടുത്തെ കോടുള്ള സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഔട്ട്ഫിറ്റ് അല്ലേ? ഈ ഒരു ക്ലൈമറ്റിൽ തീർച്ചയായും ഫസ്റ്റ് കോസ്റ്റ്യൂം റെഡി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് സാരി, എടുത്തിട്ടത് ഒരു ഫ്രോക്ക്. അപ്പോൾ ഇന്ന് 2 പേരില്ലല്ലോ ഷൂട്ടിന്, മറ്റേ തേർഡ് ആളില്ലല്ലോ. ആ ഓക്കെ, അപ്പോൾ ഇന്ന് 2 പേരാണ്. അപ്പോൾ കോട പോകുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും ഫസ്റ്റ് ഔട്ട്ഫിറ്റിൽ ഷൂട്ട് ചെയ്യണം. ഈ ഷൂട്ടിന് മേക്കപ്പ് ഒക്കെ നമ്മൾ സ്വന്തം ചെയ്യാം. അപ്പോൾ ഓവർ മേക്കപ്പിന് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ടച്ചപ്പ് മാത്രമേ വേണ്ടൂ. പക്ഷേ ആസ് യൂഷ്വൽ എന്ത് പ്രോഗ്രാം വരുമ്പോഴും എന്ത് ഷൂട്ട് വരുമ്പോഴും ഈ മുഖത്ത് വരുന്ന പിമ്പിൾസ് വി കാൺ ഹൈഡ്, ബട്ട് ഇറ്റ്സ് ഓക്കെ, ലെറ്റ്സ് ഡു സംതിങ്. ഇന്ന് നമ്മളെ സ്റ്റൈലിസ്റ്റും ഒക്കെ തീർത്തേ. സാരി എടുക്കുന്ന ഒരു ടാലൻ്റാണ്, ആ കഴിവ് എല്ലാവർക്കും ഉണ്ടായി വരില്ല. പഠിച്ചോളൂ, ഇപ്പോഴേ പഠിച്ചോളൂ. Oh my god. ഇത് തീർത്തെടുപ്പിച്ചാണ് കേട്ടോ. Let's do that. നമ്മൾ റെഡി ആയിട്ടോ. ഓവറൊന്നും ഫേസിലൊന്നും വേറെ ഒന്നും വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടു. ദെൻ ഓക്കെ, മോയ്സ്ചറൈസർ ഇട്ടു. ദെൻ അതിനുശേഷം നമ്മൾ കുറച്ച് CC ക്രീം ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒരു ഫിനിഷിന് വേണ്ടി ഒരു CC ക്രീം ഇട്ട് കൊടുത്തു. ഐബ്രോസ് ഫിൽ ചെയ്തു, ലൈനർ ഇട്ടു ആൻഡ് ലിപ്സ്റ്റിക്. ദിസ് ഇസ് ഇറ്റ്. ഇതാണ് സാരി. അപ്പോൾ ഷൂട്ടുള്ള സ്ഥലത്തേക്ക് പോവാട്ടോ. തണുപ്പുണ്ട്, ചോദിച്ചാൽ തണുപ്പുണ്ട്. ബിക്കോസ് ഏർലി മോർണിംഗ് ആണ്, എസ്പെഷ്യലി വയനാട്. ഏർലി മോർണിംഗ് അല്ല, 7 കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തീർത്തന്നെ ഷോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് അതുവരെ നമുക്ക് റെഡി ആവാനുള്ള ടൈം എടുക്കും. ഇത് വരുന്നത് മാനന്തവാടിയിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളോട്ട് വരണം. അപ്പോൾ ശരിക്കും ഇത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയൊരു, അല്ലെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു പാർക്കാണ്, ഫോട്ടോഗ്രാഫി തീം പാർക്ക്. ഹായ്, റോസിൻ്റെ ഡ്യൂപ്പാണ് കാണുന്നത്. ആംഗ്ലറ്റ് പൊട്ടിപ്പോയി. Second guess me, I second guess them. Don't second guess me. Live in the moment, 'cause we are so free. And in this moment, life is like a dream. Live in the moment, 'cause we are so free. And in this moment, life is like a dream. So come a little closer, but don't hold your breath. So this is our second outfit. എന്താ ഫുഡ്? മുട്ടയുണ്ട്. റോട്ടി ഉണ്ട്, ദോശ ഉണ്ട്. നമുക്ക് ദോശ കഴിക്കാം. യെസ്, നെയിൽസ് വെച്ചുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ലെറ്റ്സ് സീ
എങ്ങനെ തിന്നാൻ പറ്റുമെന്ന് നോക്കാം. കൊള്ളാവോ? ദോശ കൊള്ളാവോ? എല്ലാരും കഴിക്കും. എനിക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ് പാർക്കിന്റെ ഓണർ. കിട്ടില്ല തേങ്ങ പോലെ നിറച്ചോണ്ടിരിക്കാൻ പറ്റില്ല. പറത്തി വിട്ട് അച്ചു ഇങ്ങനെ കൈ ഇങ്ങനെ ഇതാക്ക്. പിന്നെ പുറത്ത് പേടിയൊന്നും കാണുന്നു. പക്ഷെ നല്ല ഇക്കിളി ഉണ്ട് കേട്ടോ അത് തൊടുമ്പോ. ഒരു ചുണ്ട് കടിച്ചു. കൂടെ വന്നേ ഇവിടെ എന്ത് മടിയാ. അവിടെ എന്റെ പെണ്ണിന് ആരാടാ ഉമ്മ വയ്ക്കുന്നേ? ആണല്ലോ. ഷോൾഡറിൽ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. നമുക്ക് ഷോൾഡറിൽ വരുത്തിക്കാം. നോർമൽ ബേർഡ്സ് ഒന്നും അല്ല കേട്ടോ. ഭയങ്കര റിച്ച് ഫുഡ് കഴിക്കുള്ളൂ. സൺഫ്ലവർ സീഡാണ്. ഇത് കണ്ടോ? ഒരു സാധനത്തിന് അതിൻ്റെ അടുത്ത് വാങ്ങിക്കാൻ വേണ്ടി എത്ര ആൾക്കാരെ ട്രൈ ചെയ്യുന്നത്. നീ എങ്ങനെ കണ്ടത് കൊണ്ടുവന്നേ? കിട്ടിയിട്ട് കാര്യമില്ല. എങ്ങനെ അതിൻ്റെ അടുത്ത് നീ വാങ്ങിക്കും? കെഞ്ചി നോക്കാം. ഇത്ര ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പക്ഷി. ഏത് കോഴിയോ? ഇതെവിടുന്നാ? സൗത്ത് ആഫ്രിക്ക. അത് കടിച്ചു കൊണ്ടുപോകാൻ നോക്കി, പക്ഷെ അത് ഉടനെ തന്നെ 2 പറക്കിൽ വറക്കുമ്പോ താഴേക്ക് വീണു. ഏകദേശം കഴിഞ്ഞു കേട്ടോ. പാക്ക് ചെയ്യാം ഏകദേശം. ഇനി ഒരു എന്താ ഒരു 31 hour മാക്സിമം. അതിനിടയിൽ നമുക്ക് ഇവിടുന്ന് പോവാം. എന്തായാലും എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലേ, ഇത് പെട്ടെന്ന് അങ്ങനെ ഫേമസ് ഭയങ്കര എന്ന് വെച്ചാൽ ആൾക്കാര് മായാത്തൊരു മെമ്മറിയാണ്. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണെങ്കിൽ ഇവിടെ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ക്രൗഡൊക്കെ ആയിരിക്കും. പക്ഷെ ഭയങ്കര എന്താ പറയുക പീസ്ഫുൾ. നമ്മൾ ഈ അന്വേഷിച്ച് നടക്കുന്ന ഈ ടൗണിലൊക്കെയാണ് നമ്മൾ യൂഷ്വലി പാർക്കൊക്കെ കാണില്ലേ. അതൊക്കെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എല്ലാം ആർട്ടിഫിഷ്യൽ ആയിരിക്കും. പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു 70, 80, 90% നേച്ചർ തന്നെയാണ് കംപ്ലീറ്റ് ഒക്യുപ്പൈ ചെയ്യുന്നത്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണോ ഇവിടെ ഉള്ളത് അതൊക്കെ പ്രിസർവ് ചെയ്തുകൊണ്ട് ഒരു പാർക്ക്. ഭയങ്കര എന്താ പറയുക, നമുക്ക് റിലാക്സ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലം. ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ എന്തൊക്കെയോ ഇനി റിസോർട്ട് പുറത്ത് വരുന്നുണ്ട്. പണിയൊക്കെ കഴിഞ്ഞോ? വെയിലല്ലേ? അപ്പൊ ഇപ്പൊ ഉള്ളിലാണോ? ഉള്ളില പണി. ഓക്കെ, കാണാം. മൊത്തം നനഞ്ഞു. 2 പേരെ മുഖത്തും പൊടി, പിമ്പിൾസ് എല്ലാം. ദ സ്ട്രഗിൾസ് ഓഫ് ബീയിങ് ആൻ ആർട്ടിസ്റ്റ്, എ മോഡൽ. ഗൈസ്, ഇദ്ദേഹത്തെ കണ്ട് പരിചയമുണ്ടോ? ബ്രോ അങ്ങോട്ട് വാ. തന്നെ ഞാൻ കാശ്മീരിലോട്ട് തട്ടി. നമ്മള് രാജസ്ഥാനിൽ ഷൂട്ട് ചെയ്യാൻ പോവാണ്.
ഗൈസ് അങ്ങനെ ഞങ്ങൾ ഷൂട്ട് വൈൻഡപ്പ് ചെയ്യാം. യെസ് ഇനി കുറച്ച് ടൈമും കൂടെ ഹാഫ് ആൻ അവറും കൂടി ഒന്ന് കഴിയും. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ പോകും. നല്ല ഇഷ്ടമായി. എങ്ങനെ കണ്ണൂർ നാളെ കുറഞ്ഞിട്ട് വേണം വരാൻ തോന്നുന്നു. ഒന്നുകിൽ രാവിലെ ഏർലി മോർണിംഗ് വരിക, ഒരു 10 o'clock ഒക്കെ ആകുമ്പോൾ ഇത് ഓപ്പൺ ആവും. ആ സമയത്ത് വരിക. അല്ലെങ്കിൽ സ്റ്റേ ചെയ്യണം. ബെറ്റർ സ്റ്റേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈവനിങ് ഒരു 3 o'clock. സ്റ്റേ ചെയ്തുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മോർണിംഗ് ഉള്ള ഒരു വ്യൂവും ആ കോടയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫുള്ള് കോടയായിരുന്നു ഒരു 6:30 ഒക്കെ ആകുമ്പോ. ഈ വെയിലുണ്ടെങ്കിലും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഷൂട്ടിന് ഇതുവരെ വന്നിട്ടില്ല അല്ലേ. നമ്മള് അങ്ങനെ സെറ്റായി പോയി. ഒരു പകുതിയൊക്കെ നമ്മള് വെയിലൊക്കെ ഇറക്കുന്നതിന് മുന്നേ തന്നെ എടുത്തു തീർത്തായിരുന്നു. അശ്വിന്റെ സാധനം അടിച്ചോണ്ട് പോയി. ആ വീഡിയോ ഞാൻ നേരത്തെ ആഡ് ചെയ്യും. അത് കോമഡി ആയിരുന്നു. അശ്വിന്റെ ക്യാമറന്റെ സാധനം അടിച്ചിട്ട് പോയി. അതെ, ഏതോ ഒരു സീൻ എനിക്ക് ഓർമ്മ വന്നു. ഫിലിമിന്റെ ഒരു സീനുണ്ട്. നിങ്ങൾ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിൽ നല്ല ഫോട്ടോസ് ഒക്കെ ഇവിടെ എക്സിബിറ്റ് ചെയ്യാൻ പറ്റും.